നമസ്കാരം. CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടുകൂടി CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തിരശ്ശീല വീഴുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഞെട്ടിക്കുന്നൊരു പ്രസ്താവനയുണ്ടായിരുന്നു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യയെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു പിണറായി വിജയന്റെ ആ പ്രസംഗമത്രയും. മുൻ കണ്ണൂർ ADM ആയ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ എന്തിനാണ് PP ദിവ്യ കടന്നു ചെന്നത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. മാത്രമല്ല, PP ദിവ്യയുടെ ആ വേദിയിൽ ഉണ്ടായ പ്രസംഗം അത്രയും അസ്ഥാനത്തായിരുന്നു, അനുചിതമായിരുന്നു. PP ദിവ്യയ്ക്ക് ആ കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് മുഖ്യമന്ത്രി പരസ്യമായി തന്നെ എടുത്തു പറയുകയുണ്ടായി. അതായത് PP ദിവ്യയെ CPM-ന്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ CPM-ന്റെ പ്രധാന മുഖം എന്ന് വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. അതും കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വെച്ചാണ് എന്ന് പറയുമ്പോൾ PP ദിവ്യ പാർട്ടിയിൽ വീണ്ടും ഒറ്റപ്പെടുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നു. എന്നാൽ അതിനുശേഷം MV ജയരാജനും ഇപ്പോൾ PP ദിവ്യയെ തള്ളി പറഞ്ഞിരിക്കുന്നു. PP ദിവ്യ ഒരു കാരണവശാലും നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് കടന്നു ചെല്ലാൻ പാടുണ്ടായിരുന്നില്ല. അവിടെ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ സംസാരിക്കാൻ പാടുണ്ടായിരുന്നില്ല. PP ദിവ്യ അത്തരത്തിൽ സംസാരിച്ചത് കൊണ്ടാണ്, അഥവാ PP ദിവ്യയുടെ ആ പ്രസംഗം തന്നെയാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന് MV ഗോവിന്ദൻ തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറയുമ്പോൾ അവിടെ മറ്റൊരു ദുരുദ്ദേശം കൂടി MV ഗോവിന്ദനുണ്ട്. അതായത് PP ദിവ്യ പ്രസംഗിച്ചതിനാലാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത്. അതായത് നവീൻ ബാബുവിന്റെ മരണം ഒരു കാരണവശാലും കൊലപാതകമല്ല. അങ്ങനെ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമില്ല. PP ദിവ്യയുടെ പ്രസംഗം ഒന്ന് മാത്രമാണ് നവീൻ ബാബു മരണത്തിലേക്ക് നീങ്ങിയത്. അതായത് തന്നെ മാനസികമായും തന്നെ തൊഴിൽപരമായും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ PP ദിവ്യ പൊതുവേദിയിൽ വെച്ച് പ്രസംഗിച്ചതിനാൽ ആ അപമാന ഭാരം താങ്ങാനാവാതെ നവീൻ ബാബു ജീവൻ ഒടുക്കിയിരിക്കുന്നു എന്നാണ് MV ജയരാജൻ പറഞ്ഞു വരുന്നത്. അതായത് PP ദിവ്യ ഈ കേസിൽ നവീൻ ബാബുവിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നത് പോലെ നവീൻ ബാബുവിനെ CPM-ന്റെ കണ്ണൂർ ലോബി ചേർന്ന് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള സംശയങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് അതിനൊരു വിരാമം ഇട്ടുകൊണ്ട് തന്നെയാണ് MV ജയരാജൻ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത്. അതെന്ത് തന്നെയായാലും ഇപ്പോൾ പ്രസക്തമായ മറ്റു പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതായത് ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തന്നെയാണ് PP ദിവ്യയോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും MV ഗോവിന്ദനോടും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം അവർ പങ്കുവച്ചിരിക്കുന്നു. PP ദിവ്യയോടാണ് മഞ്ജുഷ ആദ്യം തന്നെ ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു സംശയരൂപേണയാണ് മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് TV പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾ ADM-ന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുമ്പോൾ, അതും 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയുമ്പോൾ TV പ്രശാന്തൻ എന്തിനു വേണ്ടി കൈക്കൂലി കൊടുത്തു? എന്തുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് ഈ പരാതിയുമായി പ്രശാന്തൻ പോയത്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അല്ലാതെ ഈ പരാതി നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്ന് പറയുന്ന TV പ്രശാന്തന്റെ പരാതിയിൽ പോലും 2 പരാതിയിലും വ്യത്യസ്തമായ 2 ഒപ്പുകളാണുള്ളത്. അന്ന് TV പ്രശാന്തൻ പറഞ്ഞത് തനിക്ക് 2 ഒപ്പുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് PP ദിവ്യയോട് TV പ്രശാന്തൻ പോയി പരാതി പറഞ്ഞത്? PP ദിവ്യയും TV പ്രശാന്തനും തമ്മിൽ എന്താണ് ബന്ധം? ഇനി PP ദിവ്യയും TV പ്രശാന്തനും തമ്മിൽ രാഷ്ട്രീയ ബന്ധുത്വം മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് പറയുന്ന നവീൻ ബാബുവിന്റെ പശ്ചാത്തലം പരിശോധിക്കാതിരുന്നത്? എവിടെ നിന്നാണ് നവീൻ ബാബുവിന് പെട്രോൾ പമ്പ് തുടങ്ങുന്നതിനുള്ള പണം കിട്ടിയത്? ഇത്തരം കാര്യങ്ങൾ PP ദിവ്യ നവീൻ ബാബുവിനോട് ചോദിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യം പിണറായി വിജയൻ അന്വേഷിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യം MV ഗോവിന്ദൻ അന്വേഷിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ MV ജയരാജൻ അന്വേഷിച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പൊതുസമൂഹവും ചോദിക്കുന്നത്. TV പ്രശാന്തന്റെ പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടി, അനുമതിക്ക് വേണ്ടി, NOC കിട്ടുന്നതിന് വേണ്ടി ADM നവീൻ ബാബുവിന് 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു. അതൊരു സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയായും പിന്നീട് തന്റെ ഭാര്യയുടെ അടക്കമുള്ള ആളുകളുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ 1 ലക്ഷം രൂപ ഉണ്ടാക്കിയതെന്ന് TV പ്രശാന്തൻ പറയുമ്പോൾ, TV പ്രശാന്തന് പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് എവിടെ നിന്നാണ് പണം കിട്ടിയത് എന്ന് എന്തുകൊണ്ടാണ് പാർട്ടി നേതാക്കളാരും സംസാരിക്കാതിരുന്നത്, ചോദിക്കാതിരുന്നത് എന്നാണ് ഇപ്പോൾ മഞ്ജുഷയും ചോദിക്കുന്നത്.
സാധാരണഗതിയിൽ ഇന്ന് പെട്രോൾ പമ്പ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ 1 കോടി രൂപ മുതൽ 2 കോടി രൂപ വരെ മുതൽ മുടക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന ടി.വി. പ്രശാന്തന് എവിടെ നിന്നാണ് 2 കോടി രൂപ കിട്ടിയത് എന്നുള്ളത് എന്തുകൊണ്ടാണ് CPM നേതാക്കൾ ആരും ഇതുവരെയും ചർച്ച ചെയ്യാത്തത്? ടി.വി. പ്രശാന്തൻ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പരാമർശത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം എന്ന് എം.വി. ഗോവിന്ദൻ പരസ്യമായി തന്നെ സംസാരിക്കുമ്പോൾ, ടി.വി. പ്രശാന്തനെ പോലെ പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എവിടെ നിന്നാണ് 2 കോടി രൂപ മുതൽ മുടക്കിൽ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിനുള്ള പണം കിട്ടിയത്, അല്ലെങ്കിൽ ആ പണത്തിന്റെ ഉറവിടം, സാമ്പത്തിക ഉറവിടം എവിടെ നിന്നാണ് എന്ന് എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകർ എന്ന രീതിയിൽ പി ദിവ്യയും എം.വി. ഗോവിന്ദനും എം.പി. ജയരാജനും പിണറായി വിജയനും അന്വേഷിക്കാതിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതുബോധവും ചോദിക്കുന്നത്. അതായത് നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനായി ചിത്രീകരിച്ചു എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ ടി.വി. പ്രശാന്തന് പെട്രോൾ പമ്പ് തുടങ്ങുവാൻ എവിടെ നിന്നാണ് പണം കിട്ടിയത് എന്ന് എന്തുകൊണ്ടാണ് ഇവർ അന്വേഷിക്കാത്തത്? ടി.വി. പ്രശാന്തൻ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറയുന്ന എം.പി. ജയരാജൻ എന്തുകൊണ്ടാണ് ടി.വി. പ്രശാന്തന്റെ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കാത്തത് എന്നുള്ളത് ഇപ്പോഴും ചോദ്യം തന്നെയാണ്, സംശയം തന്നെയാണ്. അതായത് തീർത്തും ടി.വി. പ്രശാന്തന്റെ ഈ കൈക്കൂലി കഥ കെട്ടിച്ചമച്ചത് തന്നെയാണ് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അന്വേഷണം CPM-ലേക്കോ അഥവാ ടി.വി. പ്രശാന്തനിലേക്കോ പി ദിവ്യയിലേക്കോ എത്താതിരിക്കുവാൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു കൈക്കൂലി കഥ മാത്രമാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആ കഥയ്ക്ക് മറുകഥയുമായി ടി.വി. പ്രശാന്തൻ മുന്നോട്ട് വരുന്നു. താൻ കൈക്കൂലി കൊടുത്തതിന് തെളിവുണ്ട്, തന്നെ വേണമെന്നുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാം എന്നൊക്കെ പറയുമ്പോൾ തീർത്തും ഇത് കെട്ടിച്ചമച്ചൊരു കഥ തന്നെയാണ്. നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദി നവീൻ ബാബുവിന്റെ കൈക്കൂലി തന്നെയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പി ദിവ്യ അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിനെ അപഹസിച്ച് സംസാരിച്ചത്. ആ അപഹസിച്ച് സംസാരിച്ചതിന്റെ കാരണം കൊണ്ട് തന്നെയാണ്, അപമാനഭാരം കൊണ്ട് തന്നെയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ വരുത്തി തീർക്കുവാൻ എം.വി. ജയരാജൻ അടക്കമുള്ള ആളുകൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നതിന്റെ ഫലമായി തന്നെയാണ് ടി.വി. പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന സംഭവത്തിൽ സംശയമുണ്ടെങ്കിൽ താൻ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണ് എന്ന് അയാൾ പറയുന്നതിന്റെ അർത്ഥവും മറ്റൊന്നല്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി അടക്കം ആളുകൾക്ക് പരാതി അയച്ചു എന്ന് പറയുന്ന പരാതിയിലും ധാരാളം പൊരുത്തക്കേടുകൾ കണ്ടെത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു പരാതി തന്നെ കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറയുമ്പോൾ ടി.വി. പ്രശാന്തൻ പിന്നെ പി ദിവ്യയോട് എന്തിനാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചത്? പി ദിവ്യയും പ്രശാന്തനും തമ്മിൽ എന്താണ് ബന്ധം? അല്ലെങ്കിൽ പി ദിവ്യയും പ്രശാന്തനും തമ്മിൽ മറ്റുള്ള സാമ്പത്തിക ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പി ദിവ്യയ്ക്ക് വേണ്ടിയാണോ ടി.വി. പ്രശാന്തൻ ബിനാമി പേരിൽ ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതെല്ലാം ചോദ്യം തന്നെയാണ്. എന്തായാലും പി ദിവ്യയുടെ മറ്റു തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ തന്നെയാണ് ഈ വിഷയത്തിലൂടെ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ പി ദിവ്യയ്ക്കുണ്ട്. സാമ്പത്തികമായും അല്ലാതെയുമുള്ള വഴിവിട്ട ബന്ധങ്ങൾ തന്നെയാണ് ഇപ്പോൾ ടി.വി. പ്രശാന്തന്റെ ഈ കൈക്കൂലിയിന്മേൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് പി ദിവ്യ കയറി ചെന്നത് എന്ന് തന്നെയാണ് മഞ്ജുഷ ഉന്നയിക്കുന്നത്. മഞ്ജുഷയുടെ സംശയം അസ്ഥാനത്തല്ല. പി ദിവ്യയ്ക്ക് ഇതുപോലെ മറ്റു പല ബന്ധങ്ങളും സാമ്പത്തികമായും അല്ലാതെയുമുള്ള ബന്ധങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പി ദിവ്യ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഹർജി നൽകിയിരിക്കുന്നു. ഈ ഹർജിയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പി ദിവ്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. എന്നാൽ ടി.വി. പ്രശാന്തന്റെ പരാതിയിന്മേൽ കാമ്പുണ്ടോ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറയുന്ന എം.വി. ജയരാജൻ അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ടി.വി. പ്രശാന്തന്റെ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കാത്തത്? ടി.വി. പ്രശാന്തൻ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് 1 കോടി മുതൽ 2 കോടി വരെയുള്ള തുക എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിന് കൃത്യമായ കാരണം അന്വേഷിക്കാത്തത് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതു സമൂഹവും സംശയരൂപേണ ചോദിക്കുന്നത്. എന്തായാലും CBI അന്വേഷണം ഈ കേസിൽ വരികയാണെങ്കിൽ തീർത്തും ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചാൽ CPM-ന്റെ അടിത്തറ തന്നെ ഇളകിത്തെറിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏവരും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഇപ്പോൾ കിണഞ്ഞ് ശ്രമിക്കുന്നത്. പി ദിവ്യയെ തള്ളാതെയും കൊള്ളാതെയും ചില മറുപടികൾ CPM-ന്റെ സമുന്നത നേതാവായ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.